നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാറായി. 43 പേർക്ക് ഉടൻ നിയമനം നൽകാൻ ഉത്തരവിട്ട രമേശ് ചെന്നിത്തല. കോളേജ് ഫെസ്റ്റിനിടെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. വിദ്യാർത്ഥിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. അതിവേഗ റെയിൽവേ പദ്ധതി കേരളത്തിൽ വേണം. പുതിയ പദ്ധതിയെ എതിർക്കില്ലെന്ന് MV ഗോവിന്ദൻ. കച്ചവട സാധനങ്ങൾ വാങ്ങി പണം നൽകാതെ മുങ്ങി. അജസുന്ദരിയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ നാട്ടുകാർ. ശബരിമലയിൽ കട്ടിളപ്പാളി മാറ്റിയിട്ടില്ലെന്ന ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാറായി. 43 പേർക്ക് ഉടൻ നിയമനം നൽകാൻ ഉത്തരവിട്ട രമേശ് ചെന്നിത്തല. കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ SI റാങ്ക് ലിസ്റ്റിൽ നിന്ന് 43 ഉദ്യോഗാർത്ഥികൾക്ക് ഉടൻ നിയമനം നൽകാൻ നിർദ്ദേശം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 2025 ജൂൺ 9 സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ലിസ്റ്റിന്റെ കാലാവധി 2026 ജൂൺ 9 അവസാനിക്കും. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിയിരുന്നെങ്കിലും ഇവർക്ക് ആ ഉത്തരവ് ബാധകമായിരുന്നില്ല. തുടർന്ന് ഉദ്യോഗാർത്ഥികൾ രമേശ് ചെന്നിത്തലയെ സമീപിച്ച് പരാതി അറിയിച്ചതിനെ തുടർന്നാണ് അടിയന്തര ഇടപെടൽ. കോളേജ് ഫെസ്റ്റിനിടെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു. തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ വാർഷികാഘോഷത്തിനിടെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. ഒരു വിദ്യാർത്ഥിയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വെഞ്ഞാറമൂട് AM എഞ്ചിനീയറിംഗ് കോളേജിലാണ് ആക്രമണം ഉണ്ടായത്. കോളേജിലെ വിദ്യാർത്ഥി ചെങ്കോട്ടുകോണം സ്വദേശി അൽ അമീനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ അൽ അമീന്റെ ഇടത് കണ്ണിന്റെ റെറ്റിന തകർന്നു. കഴിഞ്ഞ ഞായറാഴ്ച കോളേജ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പരിപാടിക്കിടെ പുറത്തുനിന്നെത്തിയ മദ്യപ സംഘം വിദ്യാർത്ഥികളുമായി തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയുമായിരുന്നു. കൂർത്ത വള ഉപയോഗിച്ച് വിദ്യാർത്ഥിയുടെ മുഖത്ത് ഇടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ശിവജിത്ത്, നിധിൻ, കാശിനാഥ്, കണ്ടാൽ അറിയാവുന്ന 4 പേർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. അതിവേഗ റെയിൽവേ പദ്ധതി കേരളത്തിൽ വേണം. പുതിയ പദ്ധതിയെ എതിർക്കില്ലെന്ന് MV ഗോവിന്ദൻ. കേരളത്തിന് അതിവേഗ റെയിൽവേ പദ്ധതി ആവശ്യമാണെന്നും അധികാരത്തിൽ നിന്ന് പുറത്തുപോയെന്ന് കരുതി പദ്ധതിയെ എതിർക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതിവേഗ റെയിൽവേ പദ്ധതി വരണമെന്നതാണ് CPMന്റെ എപ്പോഴത്തെയും നിലപാടെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമായ സിൽവർ ലൈൻ പദ്ധതി ഇല്ലാതാക്കിയതിൽ UDF കേരളത്തോട് മാപ്പ് പറയണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. VD സതീശൻ മന്ത്രിസഭ അധികാരമേറ്റ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും റദ്ദാക്കിയിരുന്നു. ശ്രീധരനുമായി ചർച്ച നടത്തി പുതിയ അതിവേഗ റെയിൽവേ പദ്ധതികൾ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് UDFനെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനവുമായി CPM രംഗത്തെത്തിയത്. കച്ചവട സാധനങ്ങൾ വാങ്ങി പണം നൽകാതെ മുങ്ങി. അജസുന്ദരിയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ നാട്ടുകാർ. ആഷി കപൂർ നിർമ്മിച്ച് മനു ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രം അജസുന്ദരിക്കെതിരെ പരാതിയുമായി നാട്ടുകാർ. ജോജു ജോർജ് പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രമാണ് അജസുന്ദരി. സിനിമയുടെ ചിത്രീകരണത്തിനായി പ്രാദേശിക കടകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാതെ സിനിമാ സംഘം മുങ്ങിയെന്നാണ് നാട്ടുകാർ നൽകിയ പരാതി. കോഴിക്കോട്ട് വിലങ്ങാട്ടെ 4 വ്യാപാരികൾക്കാണ് സിനിമാ സംഘം ലക്ഷങ്ങളുടെ ബാധ്യത വരുത്തിവെച്ചത്. എന്നാൽ കരാർ കൊടുത്ത ആളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നാണ് സംവിധായകൻ ആഷി കപൂറിന്റെ വിശദീകരണം. 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ ബാധ്യതകളും തീർക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കട്ടിളപ്പാളി മാറ്റിയിട്ടില്ലെന്ന നിർണായക റിപ്പോർട്ട് SITക്ക് ലഭിച്ചു. സ്വർണം പൂശാനായി പുറത്തേക്ക് കൊണ്ടുപോയ കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്ന റിപ്പോർട്ടാണ് SITക്ക് ലഭിച്ചത്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിന്റെ റിപ്പോർട്ടിലാണ് ഈ കാര്യമുള്ളത്. എക്സ്റേ, ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി,
ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ മാസ് സ്പെക്ട്രോമെട്രി, ഒപ്റ്റിക്കൽ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്നീ പരിശോധനകളാണ് ലാബിൽ നടന്നത്. നാഷണൽ മെറ്റലർജിക്കൽ ലാബിലെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് SIT കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ നൽകും.